സമൂഹത്തിലെ പെണ്ണുങ്ങളെ മുഴുവനും ചൂഷണം ചെയ്ത് പല സ്ത്രീകളെയും കൊന്നുകളയുക വരെ ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്നു. എന്തേ നഫീസത്തുമാലയൊക്കെ പോയോ? നഫീസത്തുമാലയൊന്നും ഇപ്പൊ ഇല്ലേ? ഉസ്താദുമാര് ഇസ്തിഗാസക്ക് പോലും തെളിവുദ്ധരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏറ്റവും പ്രയാസകരമായ ഒരു ഘട്ടമാണല്ലോ. ആ ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം തേടണമെന്ന് പറഞ്ഞപ്പോ അതാ ഒരു കാലത്ത് അതൊന്നും വേണ്ടിയിരുന്നില്ല. എന്ത് മതി? നഫീസത്തുമാല ചൊല്ലിയാൽ മതി എന്നാണ്. അതൊക്കെ മാറിപ്പോയി, കാലഘട്ടം മാറി. ഇപ്പൊ ഉസ്താദുമാര് വരെയും ഇപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ തിരക്കിലാണ്. അതാ ഉദാഹരിച്ചത്. എന്നാൽ ഇവരിൽപ്പെട്ട തന്നെ ചില ആളുകൾ ഇപ്പോൾ ഒരു ആസ്വാദന സദസ്സുമായി ചില ആളുകൾ വരുന്നുണ്ട്. ബുർദ ആസ്വാദന സദസ്സ്, ചൂഷണത്തിന്റെ വേറൊരു ഭാഗം. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാകും. എങ്കിലും ഈ വിഷയത്തിന്റെ പോക്കിന് വേണ്ടി അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്നിട്ട് വിശദീകരിക്കാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്തൊരു സുന്ദരമായ കാലമാണ് ആ കാലം. ആ കാലമൊക്കെ പോയി മോനെ, വിവരം നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ആ കാലമൊക്കെ പോയി. ഇപ്പോഴിതാ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രത്യേകം പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമുദായം ഉത്ബുദ്ധമാണ്, പ്രബുദ്ധമാണ് ഈ സമുദായം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെപ്പടി വിദ്യകളൊന്നും ഇന്ന് വില പോവുകയില്ല. ഇപ്പോ 40 കോടിയുടെ ഒരു പള്ളി വേണ്ട, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്, വലിയ ശ്രമത്തിലാണവർ. ഞങ്ങൾ 10 ലക്ഷം ആളുകളുണ്ട്, ഞങ്ങൾ 1000 ഉറുപ്പ്യ വെച്ചെടുക്കും എന്നൊക്കെയാണ് വീമ്പിളക്കണത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ 13ാമത്തെ ക്ലിപ്പ് മുതൽ അങ്ങോട്ടാ വരാൻ പോകും. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 40 കോടിയുടെ ഉണ്ടാക്കുമ്പോൾ ഒരു റൂം ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. പേരോടിനോട് പറയും ഒരു റൂം. എന്തിനാ? നഫീസ ബീവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേബർ റൂം പ്രത്യേകം എഴുതി വെച്ചേക്കാം അവിടെ. കാരണം എന്താ, ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉസ്താദന്മാര് കൊണ്ടുവരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊരു നല്ല കാലമല്ല, അത് ചൂഷണത്തിന്റെ കാലഘട്ടമായിരുന്നു കേട്ടോ. ആ ചൂഷണത്തിന്റെ എല്ലാ ചങ്ങലക്കെട്ടുകളും